വിളിക്കാൻ സാധിച്ചാലും ഭയങ്കര ഹാപ്പി. കാരണം ഒരു PR വർക്ക് കൊടുക്കില്ല, ജനങ്ങളുടെ സപ്പോർട്ടോടെ മാത്രം അർജുൻ ഇവിടെ വരെ എത്തിയതാണ്. ഭയങ്കര ഹാപ്പിയാണ്. ഇനി വേറെ ഒന്നുമില്ല, ഞങ്ങൾക്ക് അങ്ങനെ കണ്ടാൽ മതി. 3 ദിവസമായി കണ്ടിട്ട് കണ്ടാൽ മതി, അതേ ഉള്ളൂ. മുമ്പോട്ടുള്ള ജീവിതവും നല്ല രീതിയിൽ തന്നെ ഈ ജനങ്ങളുടെ സപ്പോർട്ട് കൊടുത്ത് മുമ്പോട്ട് കൊണ്ടുപോകുന്നുള്ളൊരു പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെ ഉണ്ടാവുന്നതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുക. അമ്മ ബിഗ് ബോസിൽ പോയിട്ടുണ്ടായിരുന്നു. ഭയങ്കര നമ്മൾ പുറത്തുനിന്ന് കാണുന്നതല്ല, അത് നല്ല കാരണം ഈ 100 ദിവസം നിൽക്കാന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര ഒരു കഷ്ടപ്പാട് വിളിച്ചൊരു പരിപാടിയാണ്. ഒരു 3-4 മണിക്കൂർ നിന്നപ്പോൾ തന്നെ ഒരു മെൻ്റലി എന്താ പോലെ ആയിപ്പോയത് അതിനകത്ത് കയറിയിട്ട്. പക്ഷേ 3 ദിവസം നിൽക്കുന്ന ആ കുട്ടികളെ കുറിച്ച് ഓർക്കുമ്പോൾ ഭയങ്കര അത്ഭുതം തന്നെയാണ്. ഫോണില്ല, പുറത്തെ ആൾക്കാരെ കാണാൻ പറ്റത്തില്ല, സമയം അറിയില്ല, എല്ലാം അവിടെ കിട്ടുന്ന ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ നിൽക്കുക എന്ന് പറയുമ്പോൾ ഗെയിം കളിച്ച് നിൽക്കുക എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു കഷ്ടപ്പാടുള്ള കാര്യം തന്നെയാണ്. 100 ദിവസം നിൽക്കാൻ സാധിച്ചതിൽ ഭയങ്കര സന്തോഷമുണ്ട്. 1ാം സമ്മാനം 2ാം സമ്മാനം എന്നുള്ളതല്ല, ജനങ്ങൾ കൊടുത്ത ഏറ്റവും വലിയൊരു അവാർഡുണ്ടല്ലോ, അർജുന് കൊടുത്ത അവാർഡാണ്. അതിലാണ് ഞങ്ങൾ ഭയങ്കര ഹാപ്പി. കപ്പ് ഒരാൾക്ക് വിൻ ചെയ്യുക, റണ്ണറപ്പ് അങ്ങനെ ഫസ്റ്റ് സെക്കൻഡ് തേർഡും. പക്ഷേ അതിനകത്ത് നിന്ന് മത്സരാർത്ഥികളെല്ലാവരും ഒന്നിനൊന്ന് മെച്ചമുള്ളവർ, ടോപ്പ് 5 വന്നവരും അതിന് മുമ്പ് എലിജിഡായിപ്പോരും എല്ലാവരും ഒന്നിനൊന്ന് മെച്ചമുള്ള ആൾക്കാരാണ്, ആരും മോശക്കാരല്ല. പിന്നെ ഒരു നിയോഗം 1, 2, 3 സ്ഥാനം കിട്ടുക എന്നുള്ളത് അതല്ല. എല്ലാവരും നല്ല നല്ല മത്സരാർത്ഥികളാണ്. എല്ലാവരെയും ഭയങ്കര കാര്യം, എല്ലാവരും ഒന്നിച്ച് കാണാമല്ലോ എന്നുള്ള സന്തോഷത്തിലാണ് നിൽക്കുന്നത്. ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ മോഡലിംഗ് ഒരു ആക്ടിങ്ങിലേക്ക് കടക്കാനാണ് ബിഗ് ബോസ് എന്ന പ്ലാറ്റ്ഫോമിലേക്ക് പോയത്. അത് ദൈവം സഹായിച്ച് കിട്ടി. പിന്നെ ലാൽ സാറിനെ കാണുക, അർജുനും ഞങ്ങൾ കുടുംബത്തോടെ ലാൽ സാറിൻ്റെ കട്ട ഫാനാണ്. അർജുൻ റൂമിലൊക്കെ ലാൽ സാറിൻ്റെ ഫോട്ടോസ് വെച്ചേക്കുന്നത്. അപ്പം ചെറുപ്പം തൊട്ടേ ലാൽ സാറിനെ കണ്ടുകൊണ്ടാണ് അവൻ ഈ ഫീൽഡിലേക്ക് തന്നെ വന്നത്. അപ്പോൾ ലാൽ സാറിൻ്റെ കൈ പിടിച്ച് നിൽക്കുക, ലാൽ സാറിനോട് സംസാരിക്കുക, ലാൽ സാറിൻ്റെ സൈഡിൽ നിൽക്കുക, അതൊക്കെ നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു ഭാഗ്യം. എൻ്റെ മകനെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു അവാർഡാണ് ഇത് കിട്ടിയേക്കുന്നത്. ഇപ്പോൾ ഈ ബിഗ് ബോസ് പ്ലാറ്റ്ഫോമിലൂടെ ഭയങ്കര പ്രൗഡാണ്, ഭയങ്കര ഹാപ്പിനെസ്സാണ്. ഒരുപാട് സന്തോഷമുണ്ട്. ഇത് അർജുൻ്റെ ചേട്ടനാ. എനിക്ക് വളരെ സന്തോഷമാണ് എൻ്റെ അനിയന് ഇത് കിട്ടിയത്. അവന് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടും കാര്യങ്ങളിലെല്ലാമാണ് കിട്ടിയിരിക്കുന്നത് ഇത്. പിന്നെ ഫിലിമിലേക്ക് നമുക്കെന്ന് പറഞ്ഞാൽ ട്രോഫി അവനാണ് കിട്ടിയിരിക്കുന്നത്. കാരണം നമ്മൾ ചെയ്തിട്ടുള്ളതല്ല ഈ കാര്യങ്ങൾ. പിന്നെ എന്ന് പറഞ്ഞാൽ ജനങ്ങളാണ് അവനെ ഏറ്റെടുത്തിരിക്കുന്നത്. എല്ലാ ജനങ്ങളും PR വർക്കൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ വർക്ക് ചെയ്ത് അവനെ ഇത്രയും എത്തിച്ചതെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടിയതായിട്ടുള്ള ഒരു സന്തോഷമാണ് ഞങ്ങൾക്ക് കുടുംബത്തോട് മൊത്തവും പിന്നെ എല്ലാവർക്കും ഉള്ളത്. അർജുൻ ചെറുപ്പം മുതലേ കഷ്ടപ്പെട്ട് ഇത്രയും നല്ല രീതിയിലെത്തി. പിന്നെ മോഹൻലാലിൻ്റെ കൂടെ ഇപ്പോൾ 2 ഫിലിമാണ് അവനിപ്പോൾ ഓപ്പർച്യൂണിറ്റി വന്നേക്കുന്നത്. ഒന്ന് സത്യൻ അന്തിക്കാടിൻ്റെ കൂടെയുള്ള ഒരു ഫിലിം, പിന്നെ രണ്ടാമത് മോഹൻലാലിൻ്റെ കൂടെയുള്ള ആ ഫിലിം. 2 ഫിലിമിലേക്ക് ഓപ്പർച്യൂണിറ്റി ഓൾറെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതാണ് നമുക്ക് ഏറ്റവും സന്തോഷം എന്ന് പറയുന്നത്. അതാണ് കപ്പിനെക്കാട്ടിലും ഏറ്റവും നല്ല ഒരു കിട്ടിയേക്കുന്ന തരം. ജിത്തു സാറിൻ്റെ കൂടെയുള്ളതും അതാണ്. പറയാം.